നമസ്കാരം. ഈ അത്ഭുത സസ്യം വീടിന്റെ ഈ പറയുന്ന ഭാഗങ്ങളിൽ വെക്കൂ. ദാരിദ്ര്യം അകന്നു നിൽക്കും. മാത്രമല്ല പണം, ക്യാഷ് ഫ്ലോ ശരിക്കും വന്നു ചേരും. വാസ്തുദോഷങ്ങൾ മാറ്റാൻ വീട്ടിൽ നിരവധി ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു അത്ഭുത സസ്യമാണ് മണി പ്ലാന്റ്. വീടുകളിൽ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ കടകളിൽ ബിസിനസ് വർദ്ധിക്കുവാനും സമ്പത്ത് വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് ആളുകൾ നട്ടു പരിപാലിക്കുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്. വീടിന്റെ ഊർജം പോസിറ്റീവ് ആക്കുമെന്ന് ആണ് വിശ്വസിക്കപ്പെടുന്നത്. മണി പ്ലാന്റ് ഉള്ള വീട്ടിൽ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എന്നാൽ വാസ്തുശാസ്ത്രത്തിൽ മണി പ്ലാന്റ് സൂക്ഷിക്കേണ്ട ദിശയും വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനാൽ നിങ്ങളുടെ വീട് സമ്പത്തും സന്തോഷവും കൊണ്ട് നിറയുവാൻ വീട്ടിൽ മണി പ്ലാന്റ് എവിടെ നടണമെന്ന് നോക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം മണി പ്ലാന്റ് ഒരിക്കലും വീടിന് വടക്ക് കിഴക്ക് ദിശയിൽ സ്ഥാപിക്കരുത്. കാരണം ഇത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാവുകയും വീട്ടിൽ നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും ചെയ്യും. മണി പ്ലാന്റ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥാപിക്കണം. അത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുക മാത്രമല്ല കുടുംബാംഗങ്ങൾക്കിടയിൽ സമാധാനവും സന്തോഷവും നൽകുന്നു. വീട്ടിലെ ഏത് മുറിയിലും മണി പ്ലാന്റ് നടുമ്പോൾ അത് വൃത്തിയുള്ളതും പച്ചപ്പ് നിറഞ്ഞതുമാണെന്ന് ഉറപ്പാക്കുക. അതായത് നമ്മൾ ഗ്ലാസ് ബൗളിലോ അല്ലെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിലോ മണി പ്ലാന്റ് നട്ടുകഴിഞ്ഞാൽ അതിന് കൃത്യമായ രീതിയിൽ പരിപോഷിപ്പിക്കുക. അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇടയ്ക്ക് വളങ്ങൾ നൽകുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ വെയിൽ കൊള്ളിക്കുക എന്നത് അത്യാവശ്യമാണ്. ഉണങ്ങിയ ഇലകളുള്ള ഒരു മണി പ്ലാന്റ് നടുന്നത് വളരെ അശുഭകരമാണ്. മാത്രമല്ല മണി പ്ലാന്റ് ഒരിക്കലും മോഷ്ടിച്ചു കൊണ്ടുവന്ന് നടുന്നത് നല്ലതല്ല. അതായത് നമ്മളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ മറ്റുള്ള വീട്ടിൽ പോയിട്ട് അവരറിയാതെ മണി പ്ലാന്റ് എടുത്തുകൊണ്ട് വരികയും അത് നമ്മുടെ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ സമ്പത്ത് നിൽക്കുകയില്ല എന്നാണ് വിശ്വാസം. മണി പ്ലാന്റ് എപ്പോഴും വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരിക എന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടുകാര് മനസ്സറിഞ്ഞ് നമ്മൾക്ക് പിഴുതെടുത്ത് തരണം എന്നാണ് വിശ്വാസം. നമ്മൾക്ക് ചെടിച്ചട്ടിയിൽ നടാം, അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ നടാൻ സാധിക്കുന്നതാണ്. കുഴി കുഴിച്ചതിന് ശേഷം അതില് വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, അതുപോലെ തന്നെ ഉണക്ക ഇലകൾ ഇട്ടതിന് ശേഷം നമുക്ക് മണി പ്ലാന്റ് നടാം. പുറത്ത് മണ്ണ് വാരി ഇട്ടതിന് ശേഷം നനച്ചു കൊടുക്കുക. ഒരു പിടി എപ്സം സാൾട്ട് പുറത്ത് ഇടുന്നതും നല്ലതാണ്. അത് ഇപ്പോഴല്ല, മണി പ്ലാന്റ് ഏകദേശം പിടിച്ചു തുടങ്ങുമ്പോൾ എപ്സം സാൾട്ട് നമുക്ക് വിതറി കൊടുക്കാം. മണി പ്ലാന്റിന്റെ ഇലകൾ ഒരിക്കലും ഭൂമിയിൽ ടച്ച് ചെയ്ത് നിൽക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മണി പ്ലാന്റിന്റെ പഴുത്ത ഉണങ്ങിയ ഇലകൾ അത് കട്ട് ചെയ്ത് മാറ്റണം. ബിസിനസ് കുറവായ കടകളിൽ അല്ലെങ്കിൽ ബിസിനസ് ഒട്ടും നടക്കാത്ത കടകളിൽ മണി പ്ലാന്റ് വളർത്തുന്നത് ബിസിനസ് വർദ്ധിക്കുവാൻ നല്ലതാണ്. അതിനായിട്ട് നമ്മൾ ഈ മണി പ്ലാന്റിനെ ബിസിനസ്സിൽ പണം വരുന്ന മുറിയിൽ, അതായത് പണപ്പെട്ടിയുള്ള മുറിയിൽ മണി പ്ലാന്റ് നട്ടുപിടിപ്പിക്കുക. അധികം ഉയരം വയ്ക്കുവാൻ സമ്മതിക്കരുത്. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ബിസിനസ് വളരെ കുറവാണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർച്ചയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളുടെ പണം വരുന്ന മുറിയിൽ ഒരു മണി പ്ലാന്റ് നടുക എന്നതാണ്. കൂടാതെ ചില്ല് ഗ്ലാസ്സിൽ പകുതി വെള്ളവും അതിൽ ഒരു നാരങ്ങയും ഇട്ട് വെക്കുക. കൂടാതെ ഒരു ചില്ല് ബൗളിൽ 3 പിടി ഉപ്പ് വാരി വെക്കുക. കല്ലുപ്പായിരിക്കണം എന്ന് മാത്രം, കല്ലുപ്പ് വാരി വെക്കുക. അത് മറ്റുള്ളവർ കാണാത്ത സൈഡിലേക്ക് മാറ്റി വെക്കണം. മറ്റുള്ളവർ കാണേണ്ട കാര്യമില്ല. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് വർദ്ധിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. ഇടയ്ക്കിടയ്ക്ക്, അതായത് 3 ദിവസം കൂടുമ്പോൾ ഈ വെള്ളം മാറ്റുക, നാരങ്ങയും മാറ്റുക. ബിസിനസ് നന്നായിരിക്കും. മണി പ്ലാന്റിന്റെ ശാസ്ത്രീയ നാമം എപ്പിപ്രംനം ഓറിയം എന്നാണ്. മണി പ്ലാന്റ് ഹൃദയാകൃതിയിലുള്ള തിളങ്ങുന്ന ഇലകൾക്കും കുറഞ്ഞ വെളിച്ചം ഉൾപ്പെടെ വിവിധ സാഹചര്യങ്ങളിൽ തഴച്ചു വളരാനുള്ള കഴിവിനും പേരുകേട്ട കുറഞ്ഞ പരിപാലനം ആവശ്യമായ ജനപ്രിയമായ ഒരു നിത്യഹരിത വള്ളിച്ചെടിയാണ്. അലങ്കാര ചെടിയായി ഇത് വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് മണി പ്ലാന്റ് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ മണി പ്ലാന്റ് വളരെ പ്രചാരമുള്ള ഒരു വീട്ടുചെടിയാണ്. ഏതാണ്ട് 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന 4 സെന്റിമീറ്റർ വരെ വ്യാസമുള്ള തണ്ടുകളോടുകൂടിയ ആകാശവേരുകൾ വഴി കയറുന്ന ഒരു നിത്യഹരിത വള്ളിച്ചെടിയാണ്. എന്നിരുന്നാലും മണ്ണില്ലാത്ത വെള്ളത്തിൽ പോലും അല്ലെങ്കിൽ വെളിച്ചത്തിൽ നിന്ന് പൂർണ്ണമായും അകലെയാണെങ്കിൽ പോലും ഈ ചെടി ഏതാണ്ട് എവിടെയും വളർത്താം എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന മണി പ്ലാന്റ് ഗോൾഡൻ പോത്തോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റെല്ലാ ഇന്ത്യൻ വീടുകളിലും ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഇൻഡോർ മണി പ്ലാന്റ് കൂടിയാണ് ഇത്. ഇലകൾക്ക് സ്വർണത്തിന്റെ ഒരു നിറം ഇതിനുണ്ട്. തൂക്കിയിട്ട് പ്ലാന്റുകളിൽ നട്ടുപിടിപ്പിക്കുമ്പോഴാണ് ഇത് ഏറ്റവും നന്നായി കാണപ്പെടുന്നത്. വീടിനകത്തും പുറത്തും സൂക്ഷിക്കാം.
അതായത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഈ ചെടി ഉപയോഗിക്കാം എന്നർത്ഥം. സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിലും നന്നായിട്ട് വളരുന്നുണ്ട് ഈ ചെടി. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ ചെടിയുടെ ഇലകളോ തണ്ടോ അത് ഇതിന്റെ തണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഊറി വരുന്ന ആ ഒരു സ്രവമുണ്ട്, ഇതൊക്കെ അത്യന്തം വിഷമാണെന്ന് ഓർക്കുക. ഇത് ഒരു കാരണവശാലും നമ്മൾ കഴിക്കാൻ പാടില്ല. അത് ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും. പലപ്പോഴും വീട്ടുചെടിയായി വളർത്താമെങ്കിലും മണി പ്ലാന്റുകളിൽ എപ്പിപ്രാനം ഓറിയം, കാൽസ്യം ഓക്സലേറ്റ് പരലുകളും സ്രവങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് മനുഷ്യർക്കും വളർത്തു മൃഗങ്ങൾക്കും വിഷമാണ്. ഇത് കഴിക്കുന്നത് വായിൽ നീർവീക്കം, അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. കൂടുതൽ ഇല കഴിക്കുന്നത് മരണത്തിന് വരെ കാരണമാകും. അതിനാൽ മണി പ്ലാന്റിന്റെ ഇല കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മണി പ്ലാന്റിന്റെ ഇല വളർത്തു മൃഗങ്ങൾക്ക് നൽകരുത്. മണി പ്ലാന്റ് കാണാൻ ഭംഗിയാണ്, അതുപോലെ തന്നെ ഐശ്വര്യം നൽകുമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് സാരം.